ഇന്ന് നമ്മൾ ചെയ്യുന്നത് +1 കെമിസ്ട്രി എഴുതുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഇംപ്രൂവ്മെന്റ് +1 കെമിസ്ട്രി എഴുതുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ +1 ബോർഡ് എക്സാം ആദ്യമായി എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഏറെ ഗുണം ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഫസ്റ്റ് ചാപ്റ്ററിലെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്ന ഭാഗം. എല്ലാ പരീക്ഷയ്ക്കും അതിൽ നിന്ന് ഒരു ചോദ്യമെങ്കിലും നമ്മൾ കാണാറുണ്ട്. അതിലേക്ക് പോവാം. നോക്കൂ, എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് നിങ്ങൾക്ക് ഈ ക്ലാസ്സോടുകൂടി മനസ്സിലാവും. ഇവിടെ ഒരു സംഖ്യ തന്നിട്ടുണ്ട്. ഈ സംഖ്യയുടെ മുൻപോ ശേഷമോ ഇടയിലോ പോയിന്റുകളില്ല എങ്കിൽ ആ സംഖ്യയുടെ എണ്ണം എത്രയെന്ന് നോക്കി 3 കെട്ടിയപ്പോ 3 എഴുതി. ഇതാണ് ഇതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ. അതുപോലെ തന്നെ ഇതും ഇതിന്റെ മുമ്പോ ശേഷമോ ഇടയിലോ എന്തില്ല. 2024 മുമ്പോ ശേഷമോ ഇടയിലോ എന്തില്ല, നമ്പറുകളില്ല, പോയിന്റുകളില്ല. അതുകൊണ്ട് നമ്മൾ അതിനെന്ത് ചെയ്തു, സിഗ്നിഫിക്കന്റ് ഫിഗർ 4 എന്ന് കൊടുത്തു. ഇവിടെ വരുമ്പോ നോക്കൂ, ഈ 3 ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പോയിന്റിന്റെ മുമ്പ് സീറോകൾ ഉണ്ട് എങ്കിൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യേണ്ടതില്ല. ഓക്കെ, അപ്പൊ പോയിന്റിന് ശേഷം 2 നമ്പർ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ 2 സിഗ്നിഫിക്കന്റ് ഫിഗർ എഴുതി. എങ്കിൽ ഈ ചോദ്യത്തിൽ ഒരു ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇതും നമുക്ക് ഒരുപോലെ തോന്നുമെങ്കിലും ഇവിടെ പോയിന്റിന് ശേഷം ഒരു നമ്പർ 0 ആയതുകൊണ്ട്, തൊട്ടടുത്ത നമ്പർ 0 ആയതുകൊണ്ട് അതിനെയും നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. ബാക്കി ഒരു നമ്പർ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ 1 എന്ന് എഴുതി. അതുപോലെ ഇതിൽ നോക്കൂ, പോയിന്റിന് മുമ്പ് ഒരു 0 ഉണ്ട്, പോയിന്റിന് ശേഷം തുടർച്ചയായിട്ട് 2 0 ഉണ്ട്. അപ്പൊ ഇവിടെ ഈ 2 അക്കം മാത്രമാണ് സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് പരിഗണിക്കാൻ പാടുള്ളൂ. അതുപോലെ നമ്മൾ മറ്റൊരു ചോദ്യം നോക്കൂ. പോയിന്റിന് മുമ്പ് 0 അല്ലാത്തൊരു സംഖ്യയാണുള്ളത് എങ്കിൽ ആ സംഖ്യകളെ മുഴുവനായി കൂട്ടിക്കൊണ്ട് വേണം പറയാന്. ശ്രദ്ധിക്കുക, പോയിന്റിന് മുമ്പ് 0 അല്ലാത്തൊരു സംഖ്യയാണെന്നുണ്ടെങ്കിൽ ആ സംഖ്യകളെ മുഴുവൻ കൂട്ടിക്കൊണ്ട് വേണം അതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ പറയാൻ. അതുപോലെ മറ്റൊരു ചോദ്യം നിങ്ങൾ നോക്കൂ. പോയിന്റിന് മുമ്പ് ഒരു 0 ഉണ്ട്, പോയിന്റിന് തൊട്ടടുത്ത് 0 അല്ലാത്ത ഒരു നമ്പർ വന്നിട്ട് എത്ര ഡിജിറ്റ് ഉണ്ടോ ആ ഡിജിറ്റ് മുഴുവനും നമ്മൾ കൂട്ടിയിട്ട് വേണം എഴുതാൻ. ഇവിടെ കൂട്ടിയപ്പോ 3 കിട്ടി. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് ഈ ചോദ്യം നോക്കൂ. ഇവിടെ പോയിന്റിന് മുമ്പ് 0 അല്ലാത്തൊരു സംഖ്യയാണ്, പോയിന്റിന് ശേഷം 0 വരുന്നുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അത് കൂട്ടി നമുക്ക് 3 എന്ന് തന്നെ എഴുതാം. ഇവിടെ പവറിനെ പരിഗണിക്കേണ്ടതില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ചോദ്യം പോയിന്റിന് മുമ്പ് ഒരു 0 അല്ലാത്ത സംഖ്യയുണ്ട്, പോയിന്റിന് ശേഷം മറ്റ് 3 നമ്പർ ഉണ്ട്. ഇവിടെ പവറിനെ പരിഗണിക്കാതെ ടോട്ടൽ പോയിന്റിന് മുമ്പും ശേഷമുള്ള സംഖ്യയുടെ കൂട്ടിക്കൊണ്ട് സിഗ്നിഫിക്കന്റ് ഫിഗർ 4 എന്ന് എഴുതുക. അതുപോലെ മറ്റൊരു ചോദ്യം നമ്മൾ അവഗാഡ്രോ നമ്പർ പരിഗണിച്ചാൽ അവഗാഡ്രോ നമ്പറിന്റെ പവറിനെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി വരുന്ന എല്ലാ സംഖ്യകളും നോക്കിയാൽ നമുക്കറിയാം പോയിന്റിന് മുമ്പ് ഒരു നമ്പറിന്റെ അത് 0 അല്ല, ബാക്കി എല്ലാ സംഖ്യയും കൂട്ടിയാൽ നമുക്ക് 4 കിട്ടും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വ്യക്തമായി മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക. മക്കൾക്ക് ഈ ചോദ്യങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സംശയങ്ങൾ ദൂരീകരിക്കുക, ചെയ്തു പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.